കണ്ണൂരിലേക്ക് പോയാൽ കോർപ്പറേഷൻ ഭരണം UDFിന്റെ കയ്യിലാണ്, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം LDFിന്റെ കയ്യിലാണ്. നഗരസഭകളിൽ 8ലും മേൽക്കൈ 8 നഗരസഭാ ഡിവിഷനുകളാണുള്ളത്. അതിൽ 5ഇടത്ത് LDF, 3ഇടത്ത് UDF എന്നാണ് നിലവിലെ കക്ഷിനില. അതായത് 2020 തെരഞ്ഞെടുപ്പിലെ കക്ഷിനിലയാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ LDF ഇതിനോടകം തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഗൃഹസന്ദർശനങ്ങളും സ്ക്വാഡ് വർക്കുകളും ഇതിനോടകം LDF മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണും. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് കണ്ണൂര്? വിനിഷ, കണ്ണൂരിൽ ഇരു മുന്നണികളും പ്രധാനമായും ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി നടന്നിരുന്നു. ഏതായാലും കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് LDFിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള മേധാവിത്വമുള്ള ജില്ലയാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം മാത്രമാണ് UDFിന് എടുത്തു പറയാവുന്ന കണ്ണൂർ ജില്ലയിലുള്ള ഒരു നേട്ടം. അത് കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ 8 മുനിസിപ്പാലിറ്റികളിൽ 5 മുനിസിപ്പാലിറ്റികളും 71 പഞ്ചായത്തുകളിൽ 57 പഞ്ചായത്തുകളും ഈ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 ബ്ലോക്കുകളും LDF തന്നെയാണ് ഭരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയും വ്യക്തമായിട്ടുള്ള മേധാവിത്വം ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഈ LDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യം പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് LDF പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, കണ്ണൂർ കോർപ്പറേഷനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡർ റദ്ദാക്കിയ നടപടി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ UDFിന് ഇത്തവണ കനത്ത തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ നഗരത്തിലുള്ള വ്യാപാരി സമൂഹം ഉൾപ്പെടെ ഈ കണ്ണൂർ കോർപ്പറേഷന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ മലിനജല പ്ലാന്റും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ എതിർപ്പാണുള്ളത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷന് കീഴിലുള്ള റോഡുകളുടെ ശോച്യാവസ്ഥ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. മൾട്ടി ലെവൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികളിൽ എല്ലാം തന്നെയും അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ട് എന്നുള്ള ആരോപണമാണ് തുടർച്ചയായി UDF ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനൊപ്പമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വിഭജനവുമായി ബന്ധപ്പെട്ടും UDFിനകത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമാണ് പ്രധാനമായും ഈ കണ്ണൂർ കോർപ്പറേഷനകത്ത് UDFിലെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്തവണ 4 സീറ്റ് അധികമായി വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 ഡിവിഷനുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. ഇത്തവണ 22 ഡിവിഷനുകളിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് 3 ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകൾ പരാജയപ്പെട്ട് ഇന്നലെ രാത്രി നടന്ന ചർച്ചയും തീരുമാനമാകാതെ അലസി പിരിയുകയായിരുന്നു. കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള 2 സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് വേണം എന്നുള്ള കടുംപിടുത്തവും കോൺഗ്രസ് തുടരുകയാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ സീറ്റ് വിഭജനം ഇതുവരെ UDFിനകത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂരിലെ ഈ കോർപ്പറേഷനിൽ കേരളത്തിൽ UDF ഭരിക്കുന്ന ഒരേ ഒരു കോർപ്പറേഷനായ കണ്ണൂരിലാണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലേക്ക് ലീഗ് നേതൃത്വം പോകുന്നത്. ലീഗ് മുന്നോട്ട് വെക്കുന്ന കാര്യം കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗിന്റെ സഹായമില്ലാതെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന വാർഡ് ഡിവിഷനുകൾ ഒന്നുമില്ല എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയാണെങ്കിൽ മേയർ സ്ഥാനം ലീഗും കോൺഗ്രസും തമ്മിൽ പകുതി ടേം വെച്ച് പങ്കിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ ലീഗിന് കൂടുതൽ മേധാവിത്വം ഉണ്ടാക്കി ആദ്യം തന്നെ ആ സ്ഥാനം കൈവശപ്പെടുത്താനുള്ള ഒരു പദ്ധതി കൂടിയുണ്ട്. ഏതായാലും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ UDFിൽ നിലനിൽക്കുന്നുണ്ട്. ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് DCCക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. യുവാക്കളെ കൃത്യമായി പരിഗണിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി സഹകരിക്കില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളാണ് UDFിൽ നിലനിൽക്കുന്നത്. അതേസമയം തന്നെ LDF ക്യാമ്പ് വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമപരമായിട്ടുള്ള ഒരു നയങ്ങൾ അതിന് ജനങ്ങൾ അംഗീകാരം നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. മാത്രമല്ല, ഈ കയ്യിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഗൃഹസന്ദർശനമെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെ ഈ കോർപ്പറേഷനിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്, LDFിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിലാണ് കഴിഞ്ഞ
ഇത്തവണ വിജയിച്ചത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരു പഞ്ചായത്തുകൾ പോലും അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനം പോലും ഈ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമാണ് BJPക്കുള്ളത്. ഏതായാലും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ എല്ലാ മുന്നണികളും ഇന്നും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സ്ഥാനാർത്ഥി ചർച്ചകളും അതോടൊപ്പം തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകളുമെല്ലാമായി കണ്ണൂരിലെ രാഷ്ട്രീയവും സജീവമാണ്.